അപ്പോൾ ഇതുണ്ട് ഏകദേശം 400 കിലോമീറ്റർ താണ്ടി ഇത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലേക്ക് നമ്മുടെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി 2000 മോഡൽ PG മോഡൽ പഴയ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ഫോർ വീൽ ഡ്രൈവ് വരികയല്ല, നമ്മുടെ പഴയ മോഡൽ പോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡാഷ്ബോർഡ് ഇതുണ്ട് ഈ ഒരു രീതിയിലിരിക്കുന്നത്. SLX പോലൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നത്. ഈ ഒരു പാനലിനെ നമ്മൾ ആൻഡ്രോയിഡിലേക്ക് മാറ്റിയപ്പോൾ ഇതാ ഈ ഒരു ഔട്ടിലേക്ക് കേട്ടോ അവസാനം വരുന്നത്. എങ്ങനെയുണ്ട് നോക്കിയേ, കിടുക്കാച്ച ഐറ്റമല്ലേ നോക്കിയേ. കാരണം ഈ ഒരു രീതിയിൽ അതിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ SLXനകത്ത് ആ ഉടൻ വരുന്ന ആ ഒരു രീതി വരുന്ന ആ ഒരു പാനലിലെ കാര്യങ്ങളൊന്നും ഇവിടുത്തെ ഫിറ്റിങ്ങോ പരിപാടികളോ നടക്കത്തില്ല. നമ്മൾ രണ്ടാമത് ചെയ്തെടുക്കേണ്ടി വരും. അപ്പം ഇത്രയും കാലമായിട്ട് ഈ വണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ആൻഡ്രോയിഡ് വെക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അല്ലേ? ഇല്ല വെക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സുഹൃത്തിനോട് നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞേ. സംഭവം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ആൻഡ്രോയിഡ് വെക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴേ ബൊലേറോയ്ക്ക് നോക്കി ആ ഒരു അകത്തൊന്ന് നോക്കിയേ. ബൊലേറോയ്ക്ക് മാത്രം ആ ഒരു ആൻഡ്രോയിഡ് വെക്കാനുള്ള ഒരു സാധനം കമ്പനിയും കൊടുത്തിട്ടില്ല. മറ്റേ പെട്ടി പോലെ ഇങ്ങനെ തള്ളിയിരിക്കും. പിന്നെ വൈബ്രേഷനും ഈ മുകളിലൊക്കെ കുറെ പേര് വെക്കുന്ന കാണാം. അതിന്റെയൊക്കെ റിവ്യൂ ചോദിച്ചപ്പോഴേ ഭയങ്കര വൈബ്രേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോസ് പണ്ടോട്ടെ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് അതിന്റെ ഒറ്റ മൈൻഡിൽ നേരെ ഇങ്ങോട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നല്ല ഒരു കമ്പനി പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹീറ്റ് ടൈപ്പ് മോഡൽ ഡാഷ്ബോർഡുള്ള ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, ഇത് പിടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ആരും പേടിക്കേണ്ട, നേരെ ഇങ്ങോട്ട് പോരാ. ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, ഇങ്ങ് പോരുക.